ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജു മീഡിയ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ ഫോണിൽ ഉള്ള ഒരു ഫീച്ചറാണ്. പക്ഷേ അത് പലർക്കും അറിയില്ല ഇപ്പോഴും. കുറച്ച് ആൾക്കാർക്ക് അറിയുമായിരിക്കും, എന്നാലും പലർക്കും ഇപ്പോഴും അറിയാത്തൊരു ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഗൂഗിൾ ലെൻസ് എന്ന ഫീച്ചറാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വസ്തുക്കളെ സ്കാൻ ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്താൽ ജസ്റ്റ് ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. മാത്രമല്ല, നമ്മൾ കൈകൊണ്ട് ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി അത് ജസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്താൽ ആ സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് അത് ടെക്സ്റ്റ് രൂപത്തിൽ മാറ്റാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിലോ എങ്ങോട്ട് വേണമെങ്കിൽ ഷെയർ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാം. വേറൊരു ഫീച്ചറാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് കണക്കിലെ പ്രോബ്ലംസ് ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക് അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും അറിയാത്ത പ്ലാന്റ്, അതായത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് അത് ഏത് ചെടിയാണ്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല, നമുക്കിവിടെ നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജ് നമുക്ക് വായിക്കണമെന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഫ്രഞ്ചോ ചൈനീസോ ഇതായിക്കോട്ടെ, പക്ഷേ അത് നമ്മുടെ ഭാഷയിലോട്ട് നമുക്ക് എങ്ങനെ വായിക്കാൻ കഴിയും? ജസ്റ്റ് ആ ടെക്സ്റ്റിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിലായിട്ട് നമുക്ക് അത് വായിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിനായി നിങ്ങൾ മൊഞ്ചു മീഡിയ എന്ന ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ കണ്ടു നോക്കൂ. ഫോണിൽ ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണും. ചില ഫോണിൽ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്തായി അപ്ഡേറ്റ് എന്ന ഓപ്ഷനിലാണ് ഇതുണ്ടാവാറ്. റൈറ്റ് സൈഡിലെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെൻസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ സ്ക്രീനിൻ്റെ താഴെയായി ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, സെർച്ച്, ഹോംവർക്ക്, ഷോപ്പിംഗ്, പ്ലേസസ്, ഡൈനിങ് എന്നിങ്ങനെ കാണാം. അതിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ബുക്ക് അതല്ലെങ്കിൽ പേജ് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് എല്ലാം ഓട്ടോമാറ്റിക്കായി മലയാളമായിരിക്കുന്നത്. ഇത് കോപ്പി ആൾ സെലക്ട് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്യാം. മുകളിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് കോപ്പി ചെയ്ത് ഇനി വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം. മൊഞ്ചു മീഡിയയിലേക്ക് സ്വാഗതം എന്ന് കൈകൊണ്ട് എഴുതിയതാണ് ഇത്. ഇത് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത രൂപത്തിലാക്കി മാറ്റാമെന്ന് നോക്കാം. താഴെയുള്ള ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്യുക. ഇനി സെലക്ട് ആൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യാം. ലിസൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് വായിച്ച് കേൾക്കാവുന്നതാണ്. ഇനി ഇത് കോപ്പി ടെക്സ്റ്റ് കൊടുത്ത ശേഷം വാട്സപ്പിലും മറ്റും പേസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത രൂപത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ നമുക്ക് സ്കാൻ ചെയ്ത് ഇതിൻ്റെ സ്കാൻ ചെയ്യേണ്ട ഏരിയ മാത്രം സെലക്ട് ചെയ്യാം. ഇതൊന്ന് വായിച്ച് കേട്ടു നോക്കാം. സ്വർണം ഒഴുകുന്നു.
ഇന്നലെ 6 കിലോഗ്രാം, മാർച്ചിന് ശേഷം മൊത്തം 114 കിലോഗ്രാം. മുഖ്യപ്രതി ഷഹബാസ് ബാംഗ്ലൂരിൽ അറസ്റ്റിൽ. കൊച്ചിയിലെത്തിച്ച 3 വിമാനത്താവളങ്ങളിലായി 3 മലയാളികളും പിടിയിൽ. സെർച്ച് ഓപ്ഷൻ. ഇതിൽ നമുക്ക് അറിയാത്ത ഒരു വസ്തുക്കൾ അതല്ലെങ്കിൽ ചെടി എന്നിവയുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജ് നമുക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാനിവിടെ കോക്കനട്ടിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം കാണാം. ഹോംവർക്ക്. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കണക്കിലെ പ്രോബ്ലംസ് എല്ലാം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ അതിൻ്റെ ആൻസർ ലഭിക്കും. ഇത് നമ്മൾ കൈകൊണ്ട് എഴുതിയതായാലും ടെക്സ്റ്റ് രൂപത്തിലുള്ളതാണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ ആൻസർ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഷോപ്പിംഗ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റേറ്റ്, അത് എവിടെ വാങ്ങാൻ ലഭിക്കും. എന്നൊക്കെ ആ പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക. ഇപ്പോൾ കാണാം അതിൻ്റെ നെയിം, റേറ്റ്, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് എന്നിവയെല്ലാം കാണാം. പ്ലേസസ്. നമ്മൾ ടൂർ പോകുന്ന സമയത്തൊക്കെ ഫേമസ് ആയ സ്റ്റാച്യു അതല്ലെങ്കിൽ ബിൽഡിങ്സ് അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈഫൽ ടവറിനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഡൈനിങ്. ഇതുപയോഗിച്ച് നമുക്ക് ഒരു ഫുഡ് സ്കാൻ ചെയ്താൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ ലഭിക്കുന്നതാണ്. ഇനിയും ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് MONJU മീഡിയ.